ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീണ്ടും സ്വാഗതം. ഞാൻ ഇവിടെ എയർപോർട്ടിൽ ഗേറ്റ് 3ൽ വെയിറ്റ് ചെയ്യാണ് എൻ്റെ ഫ്ലൈറ്റിന്റെ ടൈം ആകുന്നത് വരെ. അപ്പോൾ അതിന് മുന്നേ എനിക്ക് വരുമ്പോഴായിട്ട് ഒരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു, പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ്. അതിനെപ്പറ്റി ആ ബുക്ക് ഞാൻ കുറച്ച് സമയം വായിച്ചു. ഇപ്പൊ എനിക്ക് വായന എന്നൊരു കാര്യം എൻ്റെ ലൈഫിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാട്ടാണ്. കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. വിവാഹത്തിന് ശേഷമാണ് ഇങ്ങനെയുള്ള നല്ല നല്ല ഹാബിറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പണ്ടൊന്നും ഞാൻ വായിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇപ്പോ കുറച്ച് ഡിഫറെന്റ് ആയി നമ്മളെ ഹാബിറ്റ്സും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ കുറെ മാറി. ഞാൻ വായിച്ച ബുക്കുകളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഗ്രാജുവലി ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ വായിക്കാം, പിന്നെ വായിക്കൂ വളരൂ, അങ്ങനെയല്ലേ പറയുന്നത്. ഓക്കെ, നമ്മളോട് അവിടുന്ന് അനൗൺസ് ചെയ്തു നമ്മുടെ മലേഷ്യൻ എയർലൈൻസ് ഗേറ്റ് നമ്പർ 3 5 മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞു. 5B ആണ് നമ്മളെ ഇപ്പോഴത്തെ ഗേറ്റ്. അതുപോലെ തന്നെ നമ്മളെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണ്. ക്ലൈമറ്റ് മഴയൊക്കെയാണ്, അതുകൊണ്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ചില ആൾക്കാരൊക്കെ പോയി ചൂടാന്നുണ്ടായിരുന്നു. പ്രായമായ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ, ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ വരുന്നതാണല്ലോ. അങ്ങനെയൊക്കെ കുറെ വാക്പോര് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് ട്രെയിൻ തന്നെ വരുന്നത്. ഫ്ലൈറ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ കോലാലംപൂരിലേക്ക് എനിക്ക് 9:10 അവിടുന്ന് സിഡ്നിയിലേക്ക് ഫ്ലൈറ്റ് കയറണം. എന്തോ ആവോന്ന് എനിക്കറിയാം. ഇതൊക്കെയോ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഓക്കെ, എല്ലാം കൂളാകും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറെ കാത്തിരിപ്പിന് ശേഷം അവര് നമ്മളെ ബോർഡിംഗ് അലൗ ചെയ്തു. ആദ്യം ബിസിനസ് ക്ലാസ്സുകാരൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ സാധാരണ എക്കണോമിക് ക്ലാസ്സുകാർ മുന്നോട്ട് പോവുകയാണ്. അപ്പോ എന്റെ ഫ്ലൈറ്റ് മലേഷ്യൻ എയർലൈൻസ് 109 ആണ്. അത് കൊച്ചിയിൽ നിന്ന് കോലാലംപൂരിലേക്ക് ടെർമിനൽ 3 പോകുന്നതാണ്. 12:10 AM ആണ് അതിന്റെ സമയം. രാവിലെ 6:55 AM കോലാലംപൂർ എത്തും. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ഒരു വലിയ സിംഗപ്പൂർ എയർലൈൻസ് കണ്ട്. ഒരു തിമിംഗലത്തിന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികം, പ്ലെയിനൊക്കെ ഇങ്ങനെ അടുത്ത് ആദ്യമായിട്ട് കാണുന്ന നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ഇങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. നമ്മളെ ഫ്ലൈറ്റ് ഏകദേശം 1 മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എത്ര മണിക്ക് എത്തുമെന്നൊന്നും അറിയില്ല. ഞാൻ അവിടെ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇല്ലപ്പാ, സമയമാകുമ്പോഴത്തേക്ക് അങ്ങ് എത്തും, നോ വറീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കൊച്ചിയിൽ നിന്ന് കോലാലംപൂരിലേക്ക് ഏകദേശം 4 മണിക്കൂറും ഒരു 20-25 മിനിറ്റ് യാത്രയുണ്ട് കൊച്ചിയിൽ നിന്ന് മലേഷ്യ കോലാലംപൂരിലേക്ക്. പിന്നെ ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആണല്ലോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാണ് സുഹൃത്തുക്കളെ. ഒരു മെയിൽ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആണ് ഉണ്ടായിരുന്നത്. ഇത് ബിസിനസ് ക്ലാസ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്കണോമിക് സീറ്റ്സ് വരുന്നത്. അങ്ങനെ ഞാൻ പ്ലെയിനിന്റെ ഉള്ളിൽ കയറി. എന്റെ സീറ്റ് 17A ആണ്, വിൻഡോ സൈഡ് ആണ്. അതായത് ABCDEF അങ്ങനെയാണ്. 6 സീറ്റുകൾ രണ്ട് സൈഡിലും. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എൻട്രി ചെയ്യുന്ന സൈഡിലാണ് എ വരിക. ഈ ഫ്ലൈറ്റിൽ അങ്ങനെയാണ്, മറ്റുള്ള ഫ്ലൈറ്റിൽ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയൊരു കാര്യം. അങ്ങനെ ഞാൻ എന്റെ സീറ്റിലെത്തി, സെറ്റിലായി. ഞാൻ ആ എയർ ഹോസ്റ്റേഴ്സിനെ നോക്കുമായിരുന്നു. അവരെന്ത് ഭംഗിയാ കാണാന്ന് പറയാം. അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ ഹെയർ സ്റ്റൈലും ആ മേക്കപ്പ് ഒക്കെ അടിപൊളിയായിരുന്നു. പൊതുവെ എനിക്കിങ്ങനെ ഭംഗിയിൽ ഒരുങ്ങുന്നതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സമാധാനത്തോടെ എന്റെ സീറ്റിലിരുന്ന് പിന്നെ ഞാൻ എല്ലാരെയും നോക്കാൻ തുടങ്ങി. ഫ്ലൈറ്റ് അറ്റൻഡന്റ്മാര് മറ്റുള്ള പാസഞ്ചേഴ്സിനെ വെൽ ട്രീറ്റ് ചെയ്യുന്നത്, അവർ നല്ല സ്മൈലിംഗ് ഫേസോടുകൂടി അവരെ വാമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, മറ്റുള്ളവരെ ഇരിക്കാൻ നോക്കുന്നത്, ബാഗ് വെക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിരുന്നു. പിന്നെ മഴയുണ്ട് പുറത്ത്. ഇവിടെ ചാർജിങ് പ്ലഗ് ഉണ്ട് കേട്ടോ, നമ്മളെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാം, ഞാൻ വലിയ വിദഗ്ധയായിട്ടുള്ള യൂട്യൂബർ ഒന്നും അല്ല. അതുകൊണ്ട് അതിന്റെ പോരായ്മകൾ എന്റെ വീഡിയോയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. വീഡിയോ എടുക്കാനും എനിക്കറിയില്ല, എങ്ങനെ വീഡിയോ എടുക്കണം, ഇങ്ങനെ വീഡിയോ എടുക്കരുതെന്നൊന്നും എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക എന്നോട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഒരു മാഗസീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഗോയിങ് പ്ലേസസ് എന്നൊക്കെ. യാത്ര ചെയ്യേണ്ട യാത്രയെ കുറിച്ചിട്ടുള്ള ഒരു മാഗസീനാണ് എന്ന് തോന്നുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. അപ്പോ അതിന്റെ പുറമേയുള്ള കവർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം അത് നോക്കിയിരുന്നു. അതിനകത്തൊരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ആ എയർ ഹോസ്റ്റേഴ്സിനെ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് നമ്മളെ സേഫ്റ്റി ഇൻഫർമേഷൻ തരുന്ന ഒരു ഒരു പാംലെറ്റ് പോലത്തെ ഒരു സാധനം. അതിൻ്റെ അകത്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നതും, നമ്മൾ എന്തെങ്കിലും എമർജൻസിയിൽ നമ്മളെങ്ങനെ സേഫ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ള കാര്യങ്ങൾ വിദഗ്ധമായി മനസ്സിലാക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതും നോക്കി. പിന്നെ അതുപോലെ തന്നെ കമ്പിളി, മീൻസ് ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു, ഒരു പില്ലോ ഉണ്ടായിരുന്നു. പിന്നെ ആ സാധനം കണ്ടോ, അത് ഭക്ഷണം കഴിക്കുന്ന, നമ്മളത് ശരിയാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ്. എല്ലാവരോടും സേഫ്റ്റി ഇൻഫർമേഷൻ ഒക്കെ പറഞ്ഞു, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ പറഞ്ഞു. അത് ചെക്ക് ചെയ്യാൻ വന്നിട്ടില്ല ചേട്ടനാണത്. പുള്ളിക്കാരൻ എല്ലാവരും ഇട്ടിനോന്നൊക്കെ നോക്കി ഇങ്ങനെ നടന്നങ്ങ് പോയി.
അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും പറക്കുന്ന. ഇപ്പൊ നമ്മൾ ആകാശത്താണ് കേട്ടുള്ളത്. ഞാനതിന്റെ ഓഡിയോ ഒന്നും കളയാത്തത് എന്താ വെച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ആൾക്കാരും കേൾക്കാൻ പറ്റാത്ത ആൾക്കാരും പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ. ഞാനും അങ്ങനെ ഭയങ്കര സാധാരണയായിട്ടുള്ള ഒരാളാണ്. അപ്പോ ഈ വീഡിയോയിലൂടെ എല്ലാവരിലും എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോ നമ്മള് ആകാശത്താണ് കേട്ടോ ഉള്ളത്. എന്ത് പറഞ്ഞാലും ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ ഫുള്ളി അത് എൻജോയ് ചെയ്തു. അത് അറിഞ്ഞു, ലൈക്ക് വി ആർ മൂവിങ്, വി ആർ ഫ്ലൈങ് ആൻഡ് നൗ വി ആർ ഇൻ ദ എയർ. ഇറ്റ്സ് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഫ്ലൈറ്റിന്റെ സമയവും തെറ്റി, ഫുഡും തെറ്റി. സമയം തെറ്റി വന്ന ഫ്ലൈറ്റും സമയം തെറ്റി വന്ന ഫുഡും. അപ്പൊ എന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ഫ്ലൈറ്റിലെ ഫുഡാണിത്. ഫുഡിൽ എന്തെല്ലാന്ന് വെച്ചാല് സോൾട്ടഡ് പീനട്ട് ഉണ്ടായിരുന്നു, നമ്മളെ കപ്പലണ്ടിയില്ലേ അത്. പിന്നെ വെജീസ് ഉണ്ടായിരുന്നു, ഒരു പോർഷൻ ബോയിൽഡ് പൊട്ടാറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഇത് നമുക്ക് സ്പൂൺ അങ്ങനെയുള്ള സാധനങ്ങൾ വൺ ടൈം യൂസിന് വേണ്ടിയിട്ടുള്ളത് തരുന്നതാണ്. പിന്നെ ഒരു കുപ്പി വെള്ളം തരുന്നുണ്ട്. പിന്നെ ഡെസേർട്ട് ആയിട്ട് തന്നത് വേർമിസിലിന്റെ പായസം ഇല്ലേ, നമ്മുടെ എന്താ അതിന് പറയാ, സേമിയ പായസം. ആ തന്നെ, അതായിരുന്നു ഡെസേർട്ട്. അങ്ങനെ നമുക്ക് തന്ന കട്ട്ലറി പാക്ക് ഞാനൊന്ന് കീറി നോക്കി. അതിൻ്റെ അകത്ത് ഫോർക്ക് ഉണ്ട്, സ്പൂൺ ഉണ്ട്, നൈഫ് ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ ചായക്ക് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള സാധാരണ ഒരു സ്പൂൺ പോലത്തെ ഒരു സാധനം ഉണ്ട്. നമ്മുടെ മെയിൻ ചോറ്റുപാത്രത്തിൽ കാര്യമായിട്ടുണ്ടായ ഒരു സാധനമാണ് പറാഠ. നമ്മളെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കഴിക്കുന്ന പറാഠയില്ലേ, നമ്മളെ പൊറോട്ടയല്ല, പറാഠ. പിന്നെ അതിന്റെ ഉള്ളിലത്തെ നല്ല വെജിറ്റബിൾ ബിരിയാണിയും പിന്നെ ഒരു പയറ് കറിയും ഉണ്ടായിരുന്നു. ചെറുപയറോ മൺപയറോ എന്ത് പയറോ ആകാം, എന്തോ ഒരു പയറാണെന്ന് എനിക്ക് മനസ്സിലായി. നന്നായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂടാതെ ഒരു ടൂത്ത് പിക്ക് കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സ്പൂണിന്റെ കൂടെ. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പൊ പിന്നെ ഇനി ഉറങ്ങേണ്ട സമയമാണ്. അങ്ങനെ ബ്ലാങ്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ലൈറ്റ്സ് ഒക്കെ ഓഫായി, എല്ലാരും ഉറക്കത്തിലേക്ക് പോയി. ഫ്ലൈറ്റിൽ കയറിയ സ്ഥിതിക്ക് ലാബറട്ടറിയിലൊന്നും പോവാതിരിക്കുന്നത് എങ്ങനെയാണ്, പിന്നെ മനുഷ്യന്മാരല്ലേ. കൂടാതെ 4-4.5 മണിക്കൂർ യാത്രയുണ്ട്, കുറെ വെള്ളം കുടിച്ചിട്ടുണ്ട്, പിന്നെ പോവാതെ നിർത്തിയില്ലല്ലോ. ഇതാണ് ഫ്ലൈറ്റിലെ ലാബറട്ടറി. സാധാരണ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്, പിന്നെ ഫ്ലഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ടിഷ്യൂസ് ഉണ്ട്. പിന്നെ എനിക്ക് വലിയ ധാരണയില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ അതും ഇതൊക്കെ പിടിച്ചു നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്രസ് ചെയ്താൽ വെള്ളം വരും, ഹാൻഡ് വാഷ് സൗകര്യമുണ്ട്. അപ്പൊ ഇതാണ് ഒരു ഫ്ലൈറ്റിലെ ലാബറട്ടറി സെറ്റപ്പ്, ടോയ്ലറ്റ് സെറ്റപ്പ്. ഇപ്പൊ ഏകദേശം എല്ലാ വീഡിയോസ് ഒക്കെ എടുത്തോണ്ട് എനിക്ക് സമാധാനമായി. ഞാൻ ബാക്ക് എന്റെ സീറ്റിൽ പോയിട്ട് സമാധാനത്തിൽ ഉറങ്ങി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.